ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ശരണ്യാസ് ലെക്ചർ റൂം. അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ്. നമ്മളുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പെർഫോമൻസ് മെഷർമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം മുൻപുള്ള വീഡിയോസൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് എല്ലാം കാണുക. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഈ ഒരു ടേം പഠിക്കുന്നതിന് മുമ്പായിട്ട് സോഷ്യൽ കോസ്റ്റ് എന്താണ്, സോഷ്യൽ ബെനിഫിറ്റ് എന്താണ്, ഈ ഒരു രണ്ട് ടേംസിൻ്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്ത് തന്നെ ക്വസ്റ്റ്യൻ വന്നാലും അത്രയും എഴുതാനായിട്ട് സാധിക്കും, ഒരുപാട് എഴുതാനായിട്ട് സാധിക്കും. ഓൺ വേർഡ്സിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ സോഷ്യൽ കോസ്റ്റും സോഷ്യൽ ബെനിഫിറ്റും എന്താണെന്ന് ആദ്യം നോക്കാം. നമ്മൾ ഏതൊരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും അതുകൊണ്ട് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാകും, പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാകും. പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ ഒരുപാട് പേർക്ക് ജോലി കിട്ടും. അതെന്താണ്, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ്, നല്ലൊരു കാര്യമാണ്. അതേസമയം ചില പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ പൊല്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസൊക്കെയാണ് ഉണ്ടാവുക. അതെന്താണ്, ഒരു നെഗറ്റീവ് എഫക്റ്റാണ്. ഇങ്ങനെ സൊസൈറ്റിക്ക് പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെയാണ് സോഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രൊജക്റ്റിലൂടെ നമ്മുടെ സൊസൈറ്റിക്ക് എന്താണോ ബെനിഫിറ്റ്, പോസിറ്റീവായിട്ട് എന്തൊരു കാര്യമാണോ കിട്ടുന്നത് അതിന് നമ്മൾ സോഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്നു. അതേ ടൈമിൽ സോഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്ത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാകുന്നത്, ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിനെയാണ് നമ്മൾ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഏതൊരു പ്രൊജക്റ്റും നമ്മൾ ഫൈനൽ സെലക്ഷൻ നടത്തുന്നതിന് മുമ്പായിട്ട് സോഷ്യൽ കോസ്റ്റും സോഷ്യൽ ബെനിഫിറ്റും അനലൈസ് ചെയ്യും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മളുടെ സോഷ്യൽ കോസ്റ്റും സോഷ്യൽ ബെനിഫിറ്റും ഇവാലുവേഷൻ ചെയ്യുന്നതിനുള്ളൊരു ടെക്നിക്കാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അല്ലെങ്കിൽ SCBA എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സൊസൈറ്റിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഒരു പ്രൊജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സൊസൈറ്റി എന്ന പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്, സൊസൈറ്റിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, സൊസൈറ്റിക്ക് എന്തൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്, ഇങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ജനറലി നമ്മളൊരു പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ കോസ്റ്റിനേക്കാളും സോഷ്യൽ ബെനിഫിറ്റ് കൂടുന്ന സിറ്റുവേഷൻസിലാണ് നമ്മളൊരു പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുക. കാരണം ബെനിഫിറ്റാണ് നമുക്ക് കൂടുതലെങ്കിലാണ് ആ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആവുള്ളൂ. ഇനി നമുക്ക് ആ പ്രൊജക്റ്റിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റിനേക്കാൾ കൂടുതലായിട്ടും കോസ്റ്റാണ് വരുന്നതെങ്കിൽ നമ്മളതെപ്പോഴും റിജക്റ്റാണ് ചെയ്യുക. കാരണം നമുക്കൊരിക്കലും അത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഇത്രയാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് SCBA. ഈ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഈ ഒരു അനാലിസിസിലൂടെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഇമ്പാക്റ്റ്, ഒരു സൊസൈറ്റിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിലും സേവിങ്സ് ലെവലിലും എന്ത് ഇമ്പാക്റ്റാണ് ഈ ഒരു പ്രൊജക്റ്റിലൂടെ കൊണ്ടുവരാൻ പറ്റുക. അതായത് ഈ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സൊസൈറ്റിയുടെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റുമോ അതോ കുറയുകയാണോ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് ഒബ്ജക്റ്റീവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അനാലിസിസിലൂടെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമ്മുടെ സൊസൈറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എങ്ങനെയാണ്, ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സൊസൈറ്റിയിലെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കൂടുമോ കുറയുമോ, അതിൻ്റെ വേരിയേഷൻസ് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തേർഡ് വൺ പറഞ്ഞിരിക്കുന്നത് ടു മെഷർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി പ്രോജക്റ്റ്. ആ ഒരു പ്രൊജക്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, സൊസൈറ്റിക്ക് വേണ്ടി എത്രത്തോളം ആ പ്രൊജക്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് ടു ഐഡൻറ്റിഫൈ ആൻഡ് മെഷർ ദ നെറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടുവേർഡ് ദ സൊസൈറ്റി. ഓരോ ഇൻഡിവിജ്വലും സൊസൈറ്റിക്ക് വേണ്ടി എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇൻഡിവിജ്വലിൻ്റെ നെറ്റ് കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ പറയുന്നത് ടു ഐഡൻറ്റിഫൈ ദ പ്രോജക്ട്സ് ദാറ്റ് മാക്സിമൈസ് ദ വെൽഫെയർ ഓഫ് ദ കൺട്രി. നമ്മളുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വെൽഫെയർ കൊണ്ടുവരാൻ സഹായിക്കുന്ന പ്രോജക്റ്റ് ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിലൂടെ. ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് എൻറ്റർപ്രണേഴ്സിൽ നിന്നും നമ്മളുടെ സൊസൈറ്റിക്ക് വേണ്ടി എത്രത്തോളം കോൺട്രിബ്യൂഷൻ എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. എൻഹാൻസ് ചെയ്യുക പറഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യുക, എത്രത്തോളം എൻറ്റർപ്രണേഴ്സിൽ നിന്നും സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് SCBA അല്ലെങ്കിൽ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ സ്റ്റെപ്സ് ആണ്, അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് SCBA എന്നും പറയുന്നുണ്ട്. ഒരു 7 സ്റ്റെപ്സാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളുടെ ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ബോഡി, ആ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവർക്ക് എത്രത്തോളം കോസ്റ്റും ബെനിഫിറ്റും വരുന്നുണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും എസ്റ്റിമേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നു. ഓക്കെ. സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നത്
നമ്മുടെ സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമേഴ്സ്, സപ്ലയേഴ്സ്, ഫാക്ടറി ഇൻപുട്സ് ഇവർക്കെല്ലാം എത്രത്തോളം കോസ്റ്റും ബെനിഫിറ്റും വരുന്നുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും എസ്റ്റിമേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക് എത്ര കോസ്റ്റും ബെനിഫിറ്റും വരുന്നുണ്ട്. ഈ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിറ്റിക്ക് എത്ര സോഷ്യൽ കോസ്റ്റും സോഷ്യൽ ബെനിഫിറ്റും വരുന്നുണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും എസ്റ്റിമേറ്റ് ചെയ്യാനും സാധിക്കുന്നു. ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് നാഷണൽ എക്സ്ചെക്കർക്ക് എത്രത്തോളം സോഷ്യൽ കോസ്റ്റും സോഷ്യൽ ബെനിഫിറ്റും ഉണ്ടാകുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് എ സ്യൂട്ടബിൾ ഡിസ്കൗണ്ട് റേറ്റ്. ഈ ഒരു പ്രൊജക്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡിസ്കൗണ്ട് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുക. സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിങ് ഓഫ് ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് വിച്ച് അക്രൂ ഓവർ എ പീരീഡ് ഓഫ് ടൈം ടു ഡിറ്റർമൈൻ ദ പ്രസൻറ്റ് വർത്ത് ഓഫ് ദ പ്രോജക്റ്റ്. നമ്മളുടെ പ്രോജക്റ്റിൻ്റെ ഇപ്പോഴത്തെ വർത്ത് എത്രയാണ്, ഇപ്പോഴത്തെ വാല്യൂ എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റിൻ്റെയും ബെനിഫിറ്റ്സിൻ്റെയും ഒരു പീരീഡ് ഓഫ് ടൈമിൽ കോസ്റ്റും ബെനിഫിറ്റും ഉണ്ടായിരിക്കുന്നത് എത്രയാണ്, അത് ഡിസ്കൗണ്ട് ചെയ്യുന്നത് എത്രയാണെന്ന് നോക്കുന്നു. സെവൻത്ത് വൺ പറഞ്ഞിരിക്കുന്നത് സെലക്ഷൻ ഓഫ് പ്രോജക്റ്റ് ബൈ യൂസിങ് സ്യൂട്ടബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ. നമ്മളുടെ പ്രൊജക്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ഏത് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യുന്നത്. ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ടാകും, അതിൽ നിന്ന് നമ്മളുടെ സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആദ്യം ഇംപ്ലിമെൻറ്റിംഗ് ബോഡിക്ക് വരുന്ന കോസ്റ്റും ബെനിഫിറ്റ്സും അനലൈസ് ചെയ്യുക. സെക്കൻഡ് വണ്ണിൽ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റിക്ക് വരുന്ന കോസ്റ്റും ബെനിഫിറ്റും അനലൈസ് ചെയ്യുന്നു. തേർഡ് സ്റ്റെപ്പിൽ കമ്മ്യൂണിറ്റിക്ക് വരുന്ന കോസ്റ്റും ബെനിഫിറ്റും അനലൈസ് ചെയ്യുന്നു. ഫോർത്ത് സ്റ്റെപ്പിൽ നാഷണൽ എക്സ്ചെക്കർക്ക് വരുന്ന കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് അനലൈസ് ചെയ്യുന്നു. ഫിഫ്ത്ത് വണ്ണിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡിസ്കൗണ്ട് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നു. സിക്സ്ത് വണ്ണിൽ ഏതായിരുന്നു ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടായിട്ടുള്ള കോസ്റ്റും ബെനിഫിറ്റ്സും നോക്കുക. അതിലൂടെയാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പ്രസൻറ്റ് വർത്ത് എത്രയാണെന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മുടെ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇത്രയാണ് സ്റ്റെപ്സ് ഇൻ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ബെനിഫിറ്റ്സ് ഓഫ് SCBA. ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മെക്കാനിസംസ് ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ മെത്തേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ, നമ്മളുടെ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോജക്റ്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള മെക്കാനിസംസ് സെലക്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് സോഷ്യൽ വെൽഫെയറിന് കൂടി വേണ്ടിയിട്ടുള്ളതായിരിക്കും. സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പ്രോജക്റ്റ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവില്ലേ, അതിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിന് എന്താണ് ഓരോ പ്രൊജക്ട്സിനും ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സിൽ നിന്നും സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. അവർക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു അനാലിസിസ് നടത്തുന്നതിലൂടെ മറ്റു പ്രൊജക്റ്റിൽ നിന്നും ഈ പ്രൊജക്റ്റിന് എന്താണ് ഡിഫറൻസ് എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഓരോ പ്രൊജക്റ്റും ഈ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുമ്പോൾ ഓരോ പ്രൊജക്റ്റിൽ നിന്നും എത്രത്തോളം കോസ്റ്റ് വരും, എത്രത്തോളം ബെനിഫിറ്റ് വരും, ആ കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഫേമിൻ്റെ റിസോഴ്സസ് എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ നമ്മളുടെ മാക്സിമം പ്രോഫിറ്റും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഫോർത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് അസസ് ദ പർപ്പസ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഇൻ വ്യൂ ഓഫ് ദി കമ്മ്യൂണിറ്റി നീഡ്സ്. നമ്മുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ നീഡ്സ് അനുസരിച്ചിട്ട് എന്താണ് ആ ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ പർപ്പസ് മനസ്സിലാക്കാനും അസസ് ചെയ്യാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് മാനേജേഴ്സിനെല്ലാം പോളിസി ഡിസിഷൻസ് എടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു റിസ്ക് കാൽക്കുലേറ്റ് നമ്മളിങ്ങനെ ഒരു അനാലിസിസ് നടത്തുന്നതിലൂടെ എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു റിസ്കിൻ്റെ ബേസിസിൽ ബിസിനസ് മാനേജേഴ്സിനെല്ലാം പോളിസി ഡിസിഷൻസ് എല്ലാം എടുക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഹെൽപ്സ് ദ ഗവൺമെൻറ് ടു ടേക്ക് അപ്പ് പ്രോജക്ട്സ് വിച്ച് ബെനിഫിറ്റ് ടു ദ എൻറ്റയർ സൊസൈറ്റി. ഗവൺമെൻറ് എപ്പോഴും നമ്മുടെ സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രോജക്ട്സ് ആയിരിക്കും എടുക്കുക. അപ്പോൾ ഗവൺമെൻറ്റിന് അങ്ങനെ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു അനാലിസിസിലൂടെ നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ബെനിഫിറ്റ്സ് ഓഫ് SCBA എന്ന് പറയുന്നത്. പിന്നെ താഴെ ചെറിയൊരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്, അപ്രോച്ചസ് ടു SCBA. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റിന് 2 അപ്രോച്ചസ് ആണുള്ളത്, യുനീഡോ അപ്രോച്ച് ആൻഡ് ലിറ്റിൽ മെർലീസ് അപ്രോച്ച്. ഓക്കെ, അടുത്തതായിട്ട് പറയണത് ഈ ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ്. 6 ലിമിറ്റേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയണത് ബേസിക് അസംഷൻസ് ആണ്. ബേസിക് അസംഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ചില അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നടത്തുന്നത്. അതായത് നമ്മളുടെ എക്കോണമി എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് എക്കോണമി ആണെന്നും ഫുൾ എംപ്ലോയ്മെൻറ്റ് ആണെന്നുള്ളൊരു അസംഷനൊക്കെ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിനുണ്ട്. പക്ഷേ അത് ശരിക്കും ഡെവലപ്പിംഗ് കൺട്രീസിലൊന്നും അങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ ഇന്ത്യയിലൊന്നും തന്നെ നമ്മുടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് എക്കോണമിയോ അവിടെ ഫുൾ എംപ്ലോയ്മെൻറ്റോ ഒന്നും തന്നെ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അസംഷൻസിനെ ബേസ് ചെയ്തിട്ടായതാണ് ഫസ്റ്റ് ലിമിറ്റേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് പോളിസിയാണ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിലെ ഗവൺമെൻറ് പോളിസീസ് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനും ഇമ്പോർട്ടൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് താരിഫ് പോളിസീസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ നമ്മളുടെ ഡൊമസ്റ്റിക് പ്രൈസ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡൊമസ്റ്റിക് പ്രൈസ് കൂടുകയാണ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ടാക്സേഷൻ പോളിസീസ്, ഗവൺമെൻറ് ഇംപ്ലൈ ചെയ്യുന്ന ടാക്സ് പോളിസീസും എന്താണ്, നമ്മളുടെ ഡൊമസ്റ്റിക് പ്രൈസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ കൺട്രിയിൽ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനാണ് കാരണമാകുന്നത്. അതാണ് മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ പറയുന്നത് ലിങ്കേജസ് ആൻഡ് എക്സ്റ്റേണലിറ്റീസ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പുതിയൊരു പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അത് നമ്മളുടെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ കുറേ ചേഞ്ചസ് ഉണ്ടാകും. കാരണം എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം റിലേറ്റഡ് ആയിരിക്കില്ലേ. അപ്പോൾ ആ ഒരു പുതിയൊരു പ്രൊജക്റ്റ് വരുന്നതിലുള്ള ഓരോ ആക്ടിവിറ്റിയിലും ചേഞ്ചസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഈ ഒരു ലിങ്കേജ് കാരണം നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എഫക്റ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ സോഷ്യൽ കോസ്റ്റ് ഉണ്ടാവും. പോസിറ്റീവ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റീസൊക്കെ, പുതിയ എക്കണോമിക് ആക്ടിവിറ്റീസൊക്കെ ജനറേറ്റ് ചെയ്യാനും അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സോഷ്യൽ കോസ്റ്റ് ആയാലും സോഷ്യൽ ബെനിഫിറ്റ് ആയാലും അതിൻ്റെ മോണിറ്ററി വാല്യൂസ് ഒന്നും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. നോൺ മോണിറ്ററി ആയിട്ടുള്ള സോഷ്യൽ കോസ്റ്റ്, അതായത് പണവുമായി ബന്ധപ്പെട്ട് വരാതെ ഉള്ള ചില കോസ്റ്റുകളും ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് മോണിറ്ററി വാല്യൂസിൽ ഡിറ്റർമൈൻ ചെയ്യാനോ അതിൻ്റെ ക്വാണ്ടിഫൈ ചെയ്യാനോ ഒന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. അതാണ് മറ്റൊരു ലിമിറ്റേഷൻ. ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് ദ കോസ്റ്റ് ഓഫ് SEBA, അതായത് നമ്മൾ ഈ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് സെറ്റപ്പ് ചെയ്യുന്നത് എന്താണ്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഡെപ്ത് ഓഫ് അനാലിസിസ് ആണ്. നമുക്ക് നമ്മളുടെ ആ ഒരു പ്രൊജക്റ്റിൽ നിന്നുണ്ടാവുന്ന കോസ്റ്റ് ബെനിഫിറ്റ് അത് എത്രത്തോളം എലാബറേറ്റീവ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. ഡിഫിക്കൾട്ടാണെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ ഒരു ഡെപ്ത് അനാലിസിസ് നമുക്ക് നടത്തുക എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ്. ഓരോ കോസ്റ്റും ബെനിഫിറ്റ്സും അനലൈസ് ചെയ്ത് വരുന്നത് കുറച്ച് ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണെന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ചാലഞ്ച് ഫോർ മാനേജേഴ്സ്. ഈ ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അഡോപ്റ്റ് ചെയ്യുന്നത് മാനേജേഴ്സിന് ചാലഞ്ചിങ് ആണെന്നാണ് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ ഗെയിനും സോഷ്യൽ വെൽഫെയറും രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലേ. ഈ ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് കൂടിയാണ് കൺസിഡർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഗെയിനും കൂടെ നോക്കണം. അപ്പോൾ അത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് മാനേജേഴ്സിന് ചാലഞ്ചിങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ടോപ്പിക്സ് കഴിയുകയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്